സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഇപ്പോൾ തുറക്കാൻ പറ്റാത്ത സാഹചര്യത്തിലോട്ടാണ് നിലവിലെ പോക്ക്. ഹായ് ഗൈസ്, ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. എൻ്റെതായ വ്യൂ പോയിന്റുകളാണ് ഞാൻ ഇതിൽ പറയുന്നത്. ഇന്നത്തെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു പിടുത്തവുമില്ല. അവർ പോകുന്നത് കള്ളും കഞ്ചാവും പെണ്ണും, എനിക്കറിയില്ല. കുറച്ച് പൈസ ഈ സോഷ്യൽ മീഡിയ വഴി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അവരുടെ ശരീരം നശിപ്പിച്ചുകൊണ്ടും അവരുടെ ശരീരം വിറ്റുകൊണ്ടുമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേൾക്കുന്ന ന്യൂസുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അറയ്ക്കുന്ന രീതിയിൽ ഇപ്പൊ ജനിച്ചു വീഴുന്ന പിള്ളേരുടെ കയ്യിലോട്ട് ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സാധനം എത്തുന്നത് കാരണം അവർക്കറിയാത്ത കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ 10-25 വയസ്സാകുമ്പോൾ അറിയുന്ന കാര്യങ്ങളൊക്കെ അവർ ഈ ചെറു പ്രായത്തിലേ അറിയുന്നു എന്നുള്ളതാണ്. അവരുടെ വായിൽ നിന്നൊക്കെ വീഴുന്ന ചീത്തകളൊക്കെ കേട്ട് കഴിഞ്ഞുണ്ടല്ലോ, നമ്മൾ അറച്ചു പോകും. ഇവരൊക്കെ ഇത് എവിടുന്ന് പഠിച്ചു? പേരൻസിനെ പോലും അറിയത്തില്ല ഇവരെങ്ങനെ ഇതൊക്കെ പഠിച്ചു. സ്കൂളിൽ നിന്നാണോ ഇതൊക്കെ പഠിക്കുന്നത്? മനസ്സിലാവാഞ്ഞിട്ട് ഞാൻ ചോദിക്കുക, സ്കൂളിൽ നിന്നാണോ ഇതൊക്കെ ഇവർ പഠിക്കുന്നത്? എങ്കിൽ ടീച്ചേഴ്സ് അതൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഞങ്ങളൊക്കെ പണ്ട് പഠിക്കുന്ന കാലത്തില്ലേ, നമുക്കൊരു ഫോൺ കിട്ടുന്നത് പേരൻസിന്റെ ഫോണാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അവരുടെ ഫോൺ കിട്ടുന്നത് എങ്ങനെയാണെന്നറിയോ? ക്ലാസ്സിലെ പിള്ളേർ എന്തെങ്കിലും പഠിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫോൺ വിളിക്കും. അപ്പൊ നമ്മൾ പേരൻസിന്റെ മുന്നിൽ നിന്നിട്ട് അവരുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. അവർ നമ്മൾ അത്രത്തോളം സൂക്ഷ്മമായിട്ട് നോക്കുമായിരുന്നു. ഇപ്പോഴത്തെ ജനറേഷനിൽ എന്താ നടക്കുന്നത്? പേരൻസ് അവരുടേതായ ജോലി ചെയ്യുന്നു. അവരും ഈ സോഷ്യൽ മീഡിയയിലെ റീൽസും അതും തോണ്ടിക്കൊണ്ട് മക്കൾ പോകുന്ന വഴി ഏതാണെന്നുള്ളത് അവരറിയുന്നില്ല. മക്കൾ പോകുന്നത് പെരുവഴിയിലോട്ടാണ്. അവരുടെ കയ്യിലോട്ട് ഈ ഫോൺ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഇൻസ്റ്റഗ്രാം അങ്ങോട്ട് എടുക്കും. അവർക്ക് സ്വന്തമായിട്ട് അക്കൗണ്ടാണ്. അതൊന്ന് ആലോചിക്കണം. അവർക്ക് സ്വന്തമായിട്ട് അക്കൗണ്ടിൽ അവർ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ തെറി വിളിക്കുന്നത്. ഇപ്പോഴത്തെ സിനിമ പോലും ഒന്ന് എടുത്ത് നോക്കിയേ. സിനിമയിൽ പോലും ഉള്ളത് പണ്ടൊക്കെ 2 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൗണ്ട് കേൾപ്പിക്കാറുണ്ട് തെറി വരുന്നിടത്ത്. ഇപ്പൊ അവിടെ എന്താണെന്നറിയോ? പബ്ലിഷ് ചെയ്തേക്കുക. ആ തെറിയാണെന്ന് എന്താണെന്നുള്ളത് പബ്ലിക്കായിട്ട് കേൾക്കട്ടെ എന്ന് കരുതിയിട്ടാണ് സിനിമയിൽ പോലും ഇപ്പൊ കാണിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയിലുള്ള ഓരോ റീലുകളിലും വിളിക്കാൻ കൊള്ളാത്ത തെറികളാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തൊപ്പിയുടെ കേസ് വെളിയിൽ വന്നപ്പോ എന്തൊക്കെ വൃത്തികേടുകളാണ് കേൾക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ പെൺകുട്ടികളൊക്കെ എന്ത് ചിന്തിച്ചിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അവർക്കൊന്നും അറിയത്തില്ലേ? അല്ലെ അവർക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലേ? ദയവിട്ട് പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദയവിട്ടിരുന്നത് കേൾക്കണം. അതായത് സ്വന്തം മക്കള് വഴി പഴച്ചു പോകുന്നത് നിങ്ങളും കൂടി അറിഞ്ഞുകൊണ്ടാണോ? മക്കളുടെ തുണിയില്ലാത്ത ഫോട്ടോസ് ഇപ്പൊ പേരൻസും കൂടി ഇരുന്നാണോ കാണുന്നത്? ഓരോ ഫാമിലിയിലെ മക്കള് സബ്സ്ക്രിപ്ഷൻ ചാനലിൽ തുടങ്ങിയപ്പം അച്ഛനും അമ്മമാരൊക്കെ അത് അറിഞ്ഞിട്ടും അവരതൊക്കെ സൈലന്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. പണമാണോ അപ്പൊ വലുത്? മാനത്തിനൊന്നും ഒരു വാല്യൂ ഇല്ലേ? എനിക്കറിയത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മൈനർ ആയിട്ടുള്ള പിള്ളേരൊക്കെ ഡേറ്റിംഗ് ആപ്പ് എന്താണെന്ന് സത്യം പറയല്ലേ, എന്റെ ഈ മൊബൈൽ ഫോണിൽ ഇപ്പോഴും ഇല്ല ഈ ഡേറ്റിംഗ് ആപ്പ് എന്ന് പറഞ്ഞ സാധനം. സ്നാപ്ചാറ്റ് എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഇതുവരെ ഇല്ല. പണ്ടൊക്കെ ഞങ്ങൾ സ്നാപ്ചാറ്റ് യൂസ് ചെയ്യുന്നത് മറ്റേ ഫിൽറ്ററുകൾ ഉണ്ടായിരുന്നല്ലോ, അതിനു വേണ്ടിയിട്ട് മാത്രമായിരുന്നു. ഇപ്പം ഈ സ്നാപ്ചാറ്റിൽ കൂടെ ശരിക്കും പറഞ്ഞാൽ ഈ സ്നാപ്ചാറ്റിൽ കൂടെ ചാറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയുന്നത് ഞാൻ ഈ 2026-ലാണ്. അതിനു മുന്നേ എനിക്കറിയത്തില്ലായിരുന്നു ഈ സ്നാപ്ചാറ്റിൽ കൂടെ ചാറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ആ ഒരു 90s കിഡ്സ് ആണ് എപ്പോഴും ബെറ്റർ. അവരുടെ ജനറേഷൻ ആയിരുന്നു എപ്പോഴും ബെറ്റർ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ വിഷയത്തിൽ എന്താണ് സംസാരിക്കേണ്ടതെന്ന് എനിക്ക് സങ്കടമാവുക. ഇപ്പോഴത്തെ പിള്ളേർ പോകുന്ന അവസ്ഥ കണ്ടിട്ട് സങ്കടമാവുക. ഞങ്ങളൊക്കെ പണ്ടില്ലേ ചെറുപ്രായത്തിലായിരുന്നപ്പം ഞങ്ങളുടെ കയ്യിൽ ഈ മൊബൈൽ ഫോണോ ഒന്നും ഇല്ലായിരുന്നു. മെഴുകുതിരി വെട്ടത്തിൽ പഠിച്ചിട്ടുണ്ട്. മണ്ണെണ്ണയുടെ വിളക്കിന്റെ പ്രകാശത്തിൽ ഞങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ഞങ്ങൾ എന്തോരം ഗെയിം കളിക്കുമായിരുന്നു. എന്തെല്ലാം! ഇന്നത്തെ കണക്ക് ഫ്രീ ഫയറും മറ്റേ മൊബൈൽ ഫോണിൽ കുത്തിക്കൊണ്ടുള്ള ഒരു ഗെയിമും അല്ലായിരുന്നു. അന്നൊക്കെ ഞങ്ങൾ കളിക്കുന്നത് സാറ്റും അതുപോലെ പിള്ളേർ അപ്പുറത്തും ഇപ്പുറത്തുള്ള പിള്ളേരും ഒക്കെ ആയിട്ട് കൂടിയിട്ട് ഞങ്ങളൊക്കെ കളിക്കുന്നത് കഞ്ഞിയും കറിയും വെക്കുക, അമ്മയും കുട്ടിയും കളിക്കുക, ഇതൊക്കെയായിരുന്നു. അതൊരു നമ്മുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ ആ കൊച്ചുകാലത്തെ കുട്ടിക്കാലത്തിൽ ഇല്ലായിരുന്നു. ഇപ്പോഴൊക്കെ അത് ഓർക്കുമ്പോൾ ഇല്ലേ, മിസ്സിംഗ് ആണ്. നമുക്ക് ആ ഒരു കാലം ഇനി ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. ഇപ്പോഴത്തെ ജനറേഷൻ എന്തോ അറിയാം. അവർക്ക് ഫോണിൽ കുത്താനും പുറത്തുനിന്നുള്ള ഫുഡും, അവർക്കൊന്നും ബർഗറൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ചോറും ചമ്മന്തിയും മറ്റേ ചക്കയും കപ്പയും കാച്ചിലൊന്നും അവരൊന്നും കഴിക്കത്തില്ല. അവർക്കൊന്നും അറിയത്തില്ല അതങ്ങനെ കഴിക്കേണ്ടതെന്ന് പോലും. പേരൻസ് അതൊക്കെ ഒന്നും മനസ്സിലാക്കി കൊടുപ്പിക്കുന്നതും ഇല്ല എന്നുള്ളതാണ് വേറൊരു സത്യം. ഈ ജനറേഷൻ എന്താ ഇങ്ങനെ? എനിക്ക് അറിയാത്തതുകൊണ്ട് എനിക്ക് ചോദിക്കുക. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ പേളിമാണിയുടെ ഓരോ ജീവിത കാര്യങ്ങളില്ലേ, എനിക്ക് ഭയങ്കര മോട്ടിവേഷനാണ് പുള്ളിക്കാരുടെ ഭാഗത്തു നിന്ന് കിട്ടുക. മക്കളെ എങ്ങനെ വളർത്തണം എന്നുള്ളത് പുള്ളിക്കാരി കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരിക്ക് അഭിനയമായിരുന്നു വലിയ താല്പര്യമുള്ളത്. ആ അഭിനയം ഫാമിലിക്ക് വേണ്ടിയിട്ട് വേണ്ടാന്ന് വെച്ചിട്ട് അവർ മക്കളെയും കുടുംബത്തെ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് നോക്കുന്നത്. ആ മക്കളെ വളർത്തിക്കൊണ്ട് വരുന്ന എന്ത് രീതിയാണ്. ഇതുപോലൊക്കെ പേരൻസ് ട്രൈ ചെയ്ത് നോക്കണം. അതിന് പകരം ഈ മൊബൈൽ ഫോൺ കൊടുത്ത് നിങ്ങളുടെ തിരക്കുകൾക്ക്
എന്താ പറയുക, നിങ്ങളുടെ തിരക്കുകൾ കാരണമാണ് നിങ്ങൾ ആ പിള്ളേർക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നത്. അതോടുകൂടി ആ പിള്ളേരുടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കുവാണ്. കഴിഞ്ഞ ദിവസം കേട്ടില്ലേ, ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട ഒരുത്തനാണ് ഈ തൊപ്പി എന്ന് പറയുന്ന ആള്. അവൻ ഏതവനാണ്, അവൻ എങ്ങനെയുള്ളവനാന്ന് പോലും അറിയാതെ ആ ചെറുക്കൻ്റെ കൂടെ പോയിട്ട് ആ കുട്ടി ഗർഭിണിയായിട്ട് ആ കുട്ടിയുടെ ആ ഗർഭം കുട്ടി അബോർട്ട് ചെയ്തു. ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നുവാണ്, സങ്കടം. പണ്ടൊക്കെ ഉമ്മ വെച്ചാൽ കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന് കരുതുന്നവരായിരുന്നു ഞങ്ങളുടെ ജനറേഷൻ. ആ ജനറേഷൻ ഇപ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അറപ്പ് തോന്നുവാണ്, ഇങ്ങനെ സംസാരിക്കുമ്പോൾ പോലും എനിക്ക് എൻ്റെ 7 തൊലി ഒഴിവാണ്, അത്രയ്ക്ക് അറപ്പ് തോന്നുവാണ്. പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ദയവ് ചെയ്ത് പേരൻസിനോട് ഞാൻ കെഞ്ചി പറയുക, എൻ്റെ പൊന്ന് പേരൻസേ, മക്കളുടെ കയ്യിൽ ഫോൺ കൊടുക്കുമ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്യണം. ആ മക്കൾ ആ ഫോൺ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന്, അവർ എന്തെല്ലാം ഉപയോഗിക്കുന്നതെന്നുള്ളത്. അവരുടെ പെരുമാറ്റത്തിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അവരോട് സംസാരിക്കണം. നിങ്ങൾ അവരുടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കണം. ദയവ് ചെയ്തിട്ട് അവർക്ക് ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സാധനങ്ങളെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കരുത്. അവരുടെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചോണ്ടിരിക്കുക. എൻ്റെ ഈ വീഡിയോ കാണുന്നത് കുറച്ച് പേരായിരിക്കാം. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. നിങ്ങൾക്കറിയാവുന്ന എല്ലാ പേരൻസിലേക്ക് എത്തിക്കണം. മക്കളുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു സമയമൊക്കെ കഴിഞ്ഞു പോകും. നിങ്ങളിപ്പോൾ ഈ കാണിക്കുന്നൊക്കെ ഇല്ലേ, എല്ലാവരും കാണിക്കുന്നത് കണ്ടിട്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ എന്തോ വലിയ സംഭവമാണ്, നിങ്ങൾ എന്തോ സംഭവമാണെന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും അല്ല ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ച് സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ സക്സസ് ആവുന്നത്. അതിന് പകരം കണ്ട ഏതോ ഒരുത്തൻ്റെ കൂടെ സംസാരിച്ച് പരിചയം മാത്രമുള്ള ഏതോ ഒരുത്തൻ്റെ കൂടെ പോയി കിടക്ക പങ്കിട്ടിട്ട് അതിൽ നിന്നുണ്ടാകുന്ന സാധനത്തെ അബോർട്ട് ചെയ്യുന്നതല്ല മക്കളെ ലൈഫ്. അതൊന്നും അല്ല ലൈഫ്. ഇതൊക്കെ നിങ്ങൾ ഓർത്തിട്ട് റിഗ്രറ്റ് ചെയ്യുന്ന ഒരു ദിവസം എന്തായാലും വന്നിരിക്കും. നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. ഇങ്ങനെ ചെയ്തിട്ടുള്ള പിള്ളേരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇത് ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്ന ഒരു ദിവസം വന്നിരിക്കും. അത് കല്യാണം കഴിഞ്ഞിട്ട് മറ്റേ ലൈഫ് പാർട്ട്ണറുടെ കൂടെ കുടുംബത്തിൽ പേടിച്ചിട്ട് ജീവിക്കും എന്നുള്ളതല്ല. നിങ്ങൾ ഇത് ഓർത്ത് റിഗ്രറ്റ് ചെയ്യും. അതെന്നാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് നിങ്ങളിത് ചിന്തിക്കും. ഉള്ളത് ഞാൻ പറയുവാണ്, ഇതൊന്നും അല്ല ലൈഫിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്ക്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്ക്, ഒരുപാട് ജോലിയിലേക്ക് നിങ്ങൾ എൻഗേജ് ആവാൻ നോക്ക്. അതിന് പകരം ദയവ് ചെയ്തിട്ട് ഈ ഡേറ്റിംഗ് ആപ്പും കോപ്പും ഒക്കെ എടുത്ത് കളയെ. എന്നിട്ട് റിയലൈസ് ചെയ്യാൻ തുടങ്ങുക, ലൈഫ് എന്താണെന്നുള്ളത് റിയലൈസ് ചെയ്യാൻ തുടങ്ങുക. പിന്നെ ഈ ഡ്രഗ്സും മറ്റേതും മറിച്ചത് യൂസ് ചെയ്യുന്നതൊക്കെ അതൊക്കെ ഇപ്പൊ കിട്ടുന്ന ഒരു ഇതില്ലേ, ആ ഒരു സാധനം മാത്രമാണ്. അതിന്റെ കിട്ടങ്ങോട്ട് വിട്ടുപോകും. ഈ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പൈസ ഒപ്പിക്കാൻ തുടങ്ങും. അത് ഏതൊക്കെ വഴിയാണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചത്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ കൊണ്ട് കളയുന്നത് എവിടെയാണെന്നുള്ളത് ചിന്തിച്ചു നോക്ക്. സോഷ്യൽ മീഡിയയിൽ 10 ലൈക്സ് ഒന്നും അല്ല ജീവിതം. അത് കണക്ക് ഈ പണ്ടാറ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന കിക്കും അല്ല ലൈഫ്. ഒരു അറിയാത്തവനോട് പോയി സംസാരിക്കുന്നതും അല്ല ലൈഫ് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ പഠിക്കണം. നിങ്ങൾ തന്നെ കണ്ടെത്തണം ജീവിതത്തിൽ എന്തൊക്കെയാണ് എനിക്ക് ചെയ്യാനുള്ളതെന്ന്. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക, ഞാൻ ചെയ്തത് ഏതാണ് ശരി തെറ്റെന്ന്. ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല, നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല, നിങ്ങളുടെ ജീവിതം എങ്ങോട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു പ്രതീക്ഷ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും. ലൈഫിൽ അച്ചീവ് ചെയ്തിട്ടുള്ള നല്ല മനുഷ്യരെ, അല്ലാതെ തൊപ്പിയും മറ്റവന്മാരെയും മറിച്ചവന്മാരെയും ഒന്നും അല്ല, അച്ചീവ് ചെയ്തിട്ടുള്ള മനുഷ്യന്മാരെ, ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള മനുഷ്യന്മാരെ എടുത്തിട്ട് ഒരു ബുക്കിനകത്ത് ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞ് എഴുത്. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു കൂട്ടുന്ന പോസിറ്റീവ് നെഗറ്റീവും എടുത്തിട്ട് ഈ ഒരു നല്ല വ്യക്തിയെ വിട്ട് താരതമ്യം ചെയ്ത് നോക്ക്. അതിനകത്ത് നിങ്ങൾ ഏതെല്ലാം ക്വാളിഫൈഡ് ആണ്, ഏതെല്ലാം ക്വാളിഫൈഡ് അല്ല എന്നുള്ളത് നിങ്ങളൊന്ന് ടിക്കിട്ട് നോക്ക്. അതിൽ നിങ്ങൾക്ക് വട്ടപൂജ്യമായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയത് എന്തൊക്കെയായിരിക്കും എന്നറിയോ? സോഷ്യൽ മീഡിയയിലെ 10 ലൈക്ക്, 1 മില്യൺ വ്യൂസ് അല്ലേ കിട്ടുമായിരിക്കും. ഒരു 10-100K വ്യൂസ്, മറ്റേ ഫോളോവേഴ്സ്. ഇത് മാത്രമായിരിക്കും. ഞാനിപ്പോൾ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? നിങ്ങളെപ്പോലുള്ളവരെ തിരുത്താൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കതുകൊണ്ട് ഈ വീഡിയോ അധികം ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. നിങ്ങൾ ഇത് എഴുതി വെച്ചതിന് ശേഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞാനിനി എന്താണ് ചെയ്യേണ്ടത്. നിങ്ങൾക്കൊരു പ്രതീക്ഷ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വെക്ക്. ഞാൻ ഇന്ന ഒരാളാവണം, ഞാനൊരു ഡോക്ടർ ആവണം, ഞാനൊരു എഞ്ചിനീയർ ആവണം, എനിക്കൊരു പൈലറ്റ് ആവണം എന്നൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ട് അതിനുവേണ്ടി ഒന്ന് പ്രയത്നിച്ച് നോക്ക്. അതിനുവേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്. അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്തു. നിങ്ങൾ ആ ജോലി നേടിയെടുക്കുമ്പോൾ നിങ്ങൾ സക്സസ് ആയി. നിങ്ങൾക്ക് പോട്ടെ, ഇതിനൊന്നും പഠിക്കാനൊന്നും താല്പര്യമില്ല, നിങ്ങൾക്ക് അതിനുള്ള പൈസ ഇല്ല, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അത്രയ്ക്കല്ല എന്നുള്ളത്, നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേ. നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ അറിയാമല്ലോ. നിങ്ങൾക്ക് അത് വെച്ചിട്ട് എന്തെല്ലാം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. എത്രയോ മക്കൾ, പാവപ്പെട്ട എത്രയോ വീട്ടിലെ എത്രയോ മക്കൾ ക്രാഫ്റ്റ് ബിസിനസ് തുടങ്ങുന്നു. മൈലാഞ്ചി പോലുള്ള ആർട്ട് ചെയ്തിട്ട് അവർ പൈസ ഉണ്ടാക്കുന്നു.
ആ പൈസ കൊണ്ട് അവർ വീട് പോറ്റുന്നു. അപ്പോൾ ഇതുപോലുള്ള ആൾക്കാരുടെ പേജ് നിങ്ങൾ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും എത്രയോ മനുഷ്യരാണ് ഈ ലോകത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചു പോകുന്നതെന്ന്. ചെറിയ മക്കള് ചായ വിറ്റ് വരെ മക്കളെ ജീവിക്കുന്നു അവരവരുടെ ഫാമിലി നോക്കാൻ വേണ്ടിയിട്ട്. ആ മക്കളെ നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾ ഒരു നേരം നല്ലത് ചെയ്ത് ജീവിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്തു. അതിന് പകരം കണ്ടവന്മാരുടെ മെസ്സേജിന്റെ പുറകെയും കണ്ടവരുടെ ഫോളോവേഴ്സിന്റെ പുറകെയും കണ്ടവരെ ഫാൻസ് ആക്കിക്കൊണ്ട് പോവല്ലേ മക്കളെ. നാളെ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ടെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചേച്ചി എന്ന നിലയ്ക്ക് ഞാനുണ്ട്. നിങ്ങൾക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യാം. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണെന്നുള്ളത് എനിക്ക് തോന്നണം. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളത് എന്നോട് ഷെയർ ചെയ്യ്. നിങ്ങൾക്ക് ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനുണ്ട്. ഇത്രയല്ലേ എനിക്ക് ചെയ്തു തരാൻ വേണ്ടി പറ്റുള്ളൂ. എനിക്കിതിൽ കൂടുതൽ എന്താണ് പറയേണ്ടതെന്നുള്ളത് എനിക്കറിയത്തില്ല. എങ്കിലും പറയണമെന്ന് തോന്നി. എനിക്ക് അറിയാത്തവരെ ആണെങ്കിൽ പോലും എനിക്ക് സംരക്ഷിക്കണമെന്ന് തോന്നി. ഈ ലോകം പിഴച്ചു പോകലെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ്. നിയമത്തിനോ നമ്മളെ ഒന്നും സംരക്ഷിക്കാൻ പറ്റുന്നില്ല. നിങ്ങളെങ്കിലും നിങ്ങളെ നല്ല രീതിക്ക് നോക്കാൻ ആഗ്രഹിക്കും. നിങ്ങളെ വളർത്തിക്കൊണ്ട് വരാൻ ആഗ്രഹിക്കും. പണ്ട് പറയത്തില്ലേ, എഴുതിയ തെറ്റുകളെ മായ്ക്കാൻ വേണ്ടിയിട്ട് മായ്ക്രബർ തന്നിട്ടുണ്ടെന്ന്. അതൊന്നും നിങ്ങൾക്കിപ്പോൾ ഉള്ള അറിയുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അത് വെച്ചൊന്ന് തുടച്ചു കളയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുള്ളൂ. ഇപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചു കളഞ്ഞിട്ട് ജീവിതം ഒന്ന് റീമേക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. റീസ്റ്റാർട്ട് ചെയ്യ്. എല്ലാം റീസ്റ്റാർട്ട് ചെയ്യ്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. തെറ്റ് പറ്റാത്തവരായിട്ട് ആരുമില്ല ഈ ലോകത്തിൽ. അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞതായിട്ട് വിട്ടിട്ട് നിങ്ങൾ റീടേക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈഫിനെ ഒന്ന് റീടേക്ക് എടുക്കുക. അതെല്ലാം മായ്ച്ചു എല്ലാം മായ്ച്ചു കളഞ്ഞിട്ട് പ്രയാസപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിങ്ങളത് സക്സസ് ആക്കി എടുക്കാൻ വേണ്ടി നോക്ക്. ഞാൻ ഈ പറയുന്നത് റിപ്പീറ്റ് ആണോ, ഞാൻ ഈ പറയുന്നത് കറക്റ്റ് ആണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെതായ വ്യൂവിൽ ഞാനിത് പറയുവാണ്. ഇത് എത്ര പേർക്ക് ഉൾക്കൊണ്ടാവാൻ വേണ്ടി പറ്റുമെന്നും എനിക്കറിയത്തില്ല. ഇത് പറയണമെന്ന് തോന്നി. ഞാൻ ഇത്രയും നാളായിട്ട് ഇങ്ങനത്തെ ഒരു ലോങ് വീഡിയോ ഇന്നേ വരെ ഇട്ടിട്ടില്ല. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ മാക്സിമം എല്ലാവരും കാണുക. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. എനിക്ക് അതിൽ കൂടുതലൊന്നും വേണ്ട. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും വേണ്ട, നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിലും വേണ്ട, കമൻറ്റ് ചെയ്തില്ലെങ്കിലും വേണ്ട. മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യും. അവരൊന്ന് അറിയട്ടെ. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കൈ വന്ന് നമ്മളെ സഹായിക്കാനുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അവർക്കൊരു മാറ്റത്തിനൊരു തുടക്കമാകാം. ആരെങ്കിലും വന്ന് നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മകനെ അത് നീ തെറ്റാണെന്ന് പറയാൻ ഒരാൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് തുടയ്ക്കാനുള്ളൊരു മൈക്രോബറായി മാറും. അതുകൊണ്ട് ഇതൊരു ആ മൈക്രോബറായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.